ഇന്നത്തെ സ്പെഷ്യൽ ബീഫ് സ്റ്റൂ ആണ്. അതുണ്ടാക്കുന്ന തിരക്കിലാണ് കേട്ടോ ഇന്ന്. അപ്പോൾ ഇതിനകത്തേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്കായ, അതുപോലെ കുറച്ച് കുരുമുളകും നന്നായിട്ട് ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും, നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. അത് പൊട്ടി വരുമ്പോഴേക്കും അതിനകത്തേക്ക് സവാളയും പച്ചമുളകും ഇഞ്ചി, വേപ്പില അങ്ങനെ എല്ലാം കൂടെ നന്നായി ചേർത്ത് ഒന്ന് വഴറ്റി ഉരുളക്കിഴങ്ങും ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുക്കുക. ഇത് വേവിച്ചാണെങ്കിൽ ഇടാം, അല്ലാതെയും നമുക്ക് പച്ചന വേണമെങ്കിലും അത് ഇടാം. പച്ചന ഇടുമ്പോഴേക്കും അത് വേവാവുന്നവരെ ഒന്ന് നന്നായിട്ട് വഴണ്ട് വരണമെന്ന് മാത്രം. കുറച്ച് സമയം എടുക്കും, പക്ഷേ ഇതാണ് കുറച്ചും കൂടെ മസാല എല്ലാം പിടിക്കാൻ ടേസ്റ്റ് വരുന്നത്. അപ്പോൾ നന്നായിട്ടത് വഴറ്റി കൊടുക്കുക. അതിനകത്തേക്ക് കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. പാകത്തിന് ഉപ്പൊക്കെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇതിനകത്തേക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയും കൂടെ കുറച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് ഇളക്കി വരുമ്പോഴേക്കും അപ്പുറത്തെ കുക്കറിൽ ഇറച്ചി നന്നായിട്ട് വെന്ത് വരാണ്. അപ്പം അതിൻ്റെ വെള്ളം കൂടെ കുറച്ച് നേരത്തെ നമ്മൾ മാറ്റി ഇതിനകത്തേക്ക് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ബീഫ് വെന്ത വെള്ളം ചേർത്ത് ഉരുളക്കിഴങ്ങും ക്യാരറ്റും വെന്ത് വരുമ്പോഴേക്കും ആ മസാലയും അതുപോലെ തന്നെ ബീഫിൻ്റെ ആ ഒരു ടേസ്റ്റും എല്ലാം ഉരുളക്കിഴങ്ങിലും ക്യാരറ്റിലും നന്നായിട്ട് പിടിക്കും. അത് നന്നായിട്ടൊന്ന് ഇളക്കി അതൊന്ന് വറ്റി വരുമ്പോഴേക്കും നമുക്ക് നമ്മുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള പശുവും പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. എല്ലായിടത്തും തേങ്ങാപ്പാലിലാണല്ലോ നമ്മൾ ചെയ്യാറുള്ളത്. തേങ്ങ ചിരകി പിഴിഞ്ഞെടുക്കുന്ന വലിയ പാടല്ലേ. അപ്പോൾ ഇത് പശുവും പാൽ ചേർത്തിട്ടാണ് നമ്മൾ. മിൽമയുടെ ഒരു പാക്കറ്റ് കവർ പാൽ നമ്മൾ ഒഴിച്ചു. അതിങ്ങനെ നന്നായിട്ട് ഇളക്കി അതൊന്ന് തിളക്കണം. അപ്പോൾ നമ്മുടെ ചേരുവെല്ലാം റെഡി ആയതിന് ശേഷം അതിനകത്തേക്ക് ബീഫ് വെന്തിട്ടുണ്ട്, അത് നന്നായിട്ട് ചേർത്ത് കൊടുക്കുക. അത് ആവശ്യത്തിന് അധികം ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് കുറച്ച് ഭാഗം നമ്മൾ കട്ട് ചെയ്ത് പോയി, റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോയി. അതിനകത്തേക്ക് കശുവണ്ടി അരച്ചതും കൂടെ നന്നായിട്ട് ചേർത്ത് കൊടുക്കണം. എല്ലാം പാകമായതിന് ശേഷം ലാസ്റ്റ് നമ്മൾ കുറച്ച് നെയ്യും കൂടെ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ബീഫ് സ്റ്റൂ റെഡി ആയി കഴിഞ്ഞു. ഇത് എല്ലാത്തിൻ്റെയും കൂടെ യോജിച്ച് പോകും. ഇടിയപ്പം, പുട്ട്, അതുപോലെ തന്നെ ബ്രെഡ്, അപ്പം, അങ്ങനെ എല്ലാത്തിനും ചേർന്ന് പോകുന്ന ഒരു സ്പെഷ്യലാണ് ബീഫ് സ്റ്റൂ. എല്ലാവർക്കും അറിയാം. അപ്പോൾ എല്ലാവരും ഇത് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാവരും അഭിപ്രായം പറയണേ.